എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് അവരിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പൂമരം പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുവാനുള്ളത് എന്താണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നെന്നും ചേക്കേറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്ത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും എപ്പോഴും ആ വ്യക്തി കൂട്ടിനുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ ആ വ്യക്തിക്ക് വേണ്ടി നൽകാനായിട്ട് മനസ്സിൽ കരുതി വച്ചിട്ടുണ്ട്, എന്തൊക്കെ സന്തോഷങ്ങൾ ആ വ്യക്തിയുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവരുടെ മനസ്സ് നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ സന്തോഷം കൊണ്ട് പൂത്തു നിറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ സ്നേഹം കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നത് പോലെ തന്നെ അവരും ദുഃഖിക്കുന്നുണ്ട്. കാരണം പൂരകമായ സ്നേഹങ്ങളാണ് നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഇടയിലുള്ളത്. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട്. ഒരുപാട് പേർ ആ വ്യക്തിയെ അവഗണിച്ച സമയത്ത്, ജീവിതത്തിൽ എല്ലാവരിൽ നിന്നും തിരിച്ചടികൾ നേരിട്ട സമയത്ത് ആ വ്യക്തിയെ കൈപിടിച്ചുയർത്താനും സ്നേഹിക്കാനും നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം. ഒരുപാട് പേര് അവഗണിച്ച സമയത്ത് ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പിന്തുണ ആ വ്യക്തിക്ക് മരിച്ചാലും മറക്കാൻ കഴിയില്ല. ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിച്ചു വന്ന ആ വ്യക്തി മുമ്പുണ്ടായൊരു പ്രശ്നത്തിൽ ആകെ തകർന്നു പോയിരുന്നു. അന്ന് ആ വ്യക്തിയെ ധീരമായി സഹായിച്ച, തൻ്റെ അവസ്ഥ പോലും പരിഗണിക്കാതെ ആ വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ട നിങ്ങളുടെ മനസ്സ് ആ വ്യക്തി കൃത്യമായി കാണുന്നുണ്ട്. ആ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതമാണെന്ന് വിശ്വസിക്കുന്നത്. എത്രയെത്ര കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും ആ വ്യക്തിക്കൊപ്പം ഉറച്ചു നിന്ന നിങ്ങളോടുള്ള നന്ദി എന്നെന്നും ഓർമ്മിക്കുകയും നിങ്ങളെ അവഗണിക്കാതെ നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് എന്നും നിങ്ങൾക്ക് സഹായമായി നിൽക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒന്ന് സംരക്ഷണവും, ഒന്ന് ആത്മാർത്ഥതയും, രണ്ട് ആരും തരാത്ത സ്നേഹവുമാണ്. ഇനിയും നിങ്ങളെ സന്തോഷിച്ചാലും മതിവരില്ല. ഇനിയും നിങ്ങൾക്ക് സന്തോഷം നൽകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, അത് ആ വ്യക്തി ഒരു വഴിപാട് പോലെ അല്ലെങ്കിൽ ഒരു കടത്ത് കഴിച്ചൽ പോലെ ചെയ്യുന്നതല്ല. എന്നെന്നും നിങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് പൂത്തുലയുകയാണ്. പറയാനാകാത്ത നിർവൃതിയും ഇഷ്ടവും സ്നേഹവും സന്തോഷവും ഉണ്ടാവുന്നു. എല്ലാം ഒരുമിച്ച് നേടിയ ഒരു വ്യക്തിയുടെ മനസ്സാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിലുള്ളത്. നിങ്ങളെയല്ലാതെ മറ്റ് ചോയ്സിനെ കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. കാരണം ആ വ്യക്തി അങ്ങനെ പലരെയും സ്നേഹിക്കുകയോ പലരെയും ഉൾക്കൊള്ളുകയോ ചെയ്യുന്ന ആളല്ല. നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളെ അറിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും അറിയില്ല. നിങ്ങളാണ് ആ വ്യക്തിയുടെ ലോകം. എന്നെന്നും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കൊന്നും വേണ്ട. നിങ്ങളെക്കാൾ വലുതായി ഒന്നും ആ വ്യക്തിക്ക് നേടാനില്ല. നിങ്ങളെക്കാൾ വലുതായി ഒന്നും ആ വ്യക്തിക്ക് ഇനി വേണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തു വന്ന ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ ആ വ്യക്തി തോറ്റുപോവുകയാണ്. ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നതും നിങ്ങൾ നൽകിയതിൻ്റെ 100 ഇരട്ടി ആത്മാർത്ഥത തന്നെയാണ്. രണ്ടാമത്തെ പൈലായ ചിത്രശലഭം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി ലോകം മുഴുവനും നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ളൊരു സഞ്ചാരം തന്നെയായിരുന്നു ആ വ്യക്തിയുടെ ജീവിതം. ഒരിടത്തും മനസ്സുറക്കാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുമായി ഒരുമിച്ച് ചേർന്ന് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ, ആ വ്യക്തിയുമായി ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ടറിയാം. ഒന്നിലും മനസ്സുറക്കാത്തൊരു മനസ്സുണ്ട്. ഒന്നിലും ആ വ്യക്തി സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. നിങ്ങൾക്ക് ആ അവസ്ഥ അറിയാം. പല കാര്യങ്ങളും തുടക്കത്തിൽ ഏറ്റെടുക്കുന്ന ആ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ മറ്റൊന്നിലേക്ക് മാറിപ്പോകുന്നു. ചഞ്ചലമായൊരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. ഒരുപാട് കാര്യങ്ങളെ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. തൻ്റെ ജീവിതം ചെറുതാണ്
തന്നേക്കാൾ മികച്ചതാണ് മറ്റുള്ളവരുടെ ജീവിതം, അതുകൊണ്ട് തനിക്കൊന്നും നേടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരിഭവം പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ആ വ്യക്തി ഉറച്ചു നിൽക്കുന്നത്. നിങ്ങൾ നൽകിയ സ്നേഹം, നിങ്ങൾ നൽകിയ ഇഷ്ടം, അതൊരിക്കലും ആ വ്യക്തിക്ക് മറക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്ക് തീർച്ചയായും ഉണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ആ വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുമുണ്ട്. ഒന്നിലും മനസ്സുറക്കാത്ത, എല്ലാത്തിനെയും ഭയപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ പല ഘട്ടത്തിലും ആത്മാർത്ഥമായി സഹായിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ധൈര്യപൂർവ്വം ചിലത് പറയാനും പ്രവർത്തിക്കാനും ആ വ്യക്തി മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് നൂല് പൊട്ടിയ ഒരു പട്ടമാണ് ആ വ്യക്തിയുടെ ജീവിതമെന്ന് പലരും പറഞ്ഞ് കളിയാക്കിയപ്പോഴും, പലരും ആ വ്യക്തിയെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ചത് നിങ്ങൾക്ക് പല അവസരത്തിലും ഒരു തണലായി, താങ്ങായി ആ വ്യക്തി ഉണ്ടായിരുന്നു. ഒന്നും ആ വ്യക്തി പ്രതീക്ഷിച്ചതുകൊണ്ടല്ല നിങ്ങളെ സഹായിച്ചത്. ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി സഹായിച്ചതിന് കയ്യും കണക്കുമില്ല. ആ വ്യക്തിക്കറിയാം തനിക്ക് ഇത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു നന്മയോ ചിലപ്പോൾ ഒരു നല്ല വാക്കോ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ആ വ്യക്തി നിങ്ങളെ സഹായിച്ചത്. ആ വ്യക്തിയുടെ ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. താൻ തകർന്നു പോയാലും താൻ സ്നേഹിക്കുന്ന ഈ വ്യക്തി തകരാൻ പാടില്ല എന്നുള്ള ആ വ്യക്തിയുടെ ആത്മാർത്ഥമായൊരു ചിന്തയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകാമായിരുന്നു ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ. ആ വ്യക്തി നൽകിയ ഇഷ്ടവും സ്നേഹവും നിങ്ങൾക്ക് മറ്റൊരിടത്തും ലഭിക്കുകയുമില്ല. തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്കപ്പുറത്തേക്ക്, തൻ്റെ നഷ്ടബോധങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു ആ വ്യക്തി. ആ വ്യക്തിയെ നിങ്ങൾ തിരിച്ചും സ്നേഹിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കാതെ കടന്നു പോകാം. ആ വ്യക്തിക്ക് നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും കൈപ്പറ്റി നിങ്ങൾക്ക് ആ വ്യക്തിയെ പരിഗണിക്കാതെ കടന്നു പോകാം. പക്ഷെ നിങ്ങൾക്കതിനാവില്ല. കാരണം ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ സ്നേഹം നിങ്ങൾക്കറിയാം. ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ ആത്മാർത്ഥത നിങ്ങൾക്കറിയാം. അത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോകുവാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങളൊരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. നിങ്ങളുടെ മനസ്സാക്ഷി ഒരിക്കലും അതിനനുവദിക്കില്ല. ആ വ്യക്തി ദുഃഖത്തോടെ എവിടെയെങ്കിലും പാറിപ്പറന്ന് നിങ്ങൾ അവഗണിച്ചാൽ പോകുന്ന ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നും. ഇല്ല, എന്നെ സ്നേഹിച്ച വ്യക്തി, എന്നെ ഇഷ്ടപ്പെട്ട വ്യക്തി ആരും സംരക്ഷിക്കാനില്ലാത്തപ്പോൾ എന്നെ സ്നേഹിച്ച ആ വ്യക്തിക്കൊപ്പം നിൽക്കും. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ നൽകിയതുപോലെ തന്നെയുള്ള ആത്മാർത്ഥമായ സമീപനങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ആ വ്യക്തി നിങ്ങൾക്ക് നല്ലതിനായി എന്നും കൂടെ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.